ഇവരെന്താണ് ഇങ്ങനെ? ഇവർ ആഫ്രിക്കയിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ലോകത്തിന്റെ പട്ടിണിയുടെ തലസ്ഥാനമെന്ന് 90കളിൽ നമ്മളെല്ലാം വിളിച്ചിരുന്ന എത്യോപ്യ എന്ന രാജ്യത്തിന്റെ ദേശീയ കരിയറാണ് അവരെന്നത് അമ്പരപ്പിക്കുന്നില്ലേ? എത്യോപ്യൻ എയർലൈൻസ് ആഫ്രിക്കനാണ്. ലോകത്തിലെ ഏറ്റവും പ്രൊഫഷണലായ രീതിയിൽ മാനേജ് ചെയ്യപ്പെടുന്ന എയർലൈനാണ്. അവരുടെ സ്വന്തമായ 160 വിമാനങ്ങൾ ടേക്ക് ഓഫ് ചെയ്യുന്ന 140 അന്താരാഷ്ട്ര ഡെസ്റ്റിനേഷനുകളിൽ നിന്ന് പ്രതിവർഷം 1.5 കോടി യാത്രക്കാരെ കൈകാര്യം ചെയ്യുന്ന കമ്പനിയാണ്. പ്രതിഭാസമാണ്. ഇന്ന് പറയുന്നത് അവരുടെ കഥയാണ്. 1945 ലോകം ആകെ മടുത്തിരുന്നു. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് നാശത്തിന്റെ കൂമ്പാരത്തിൽ നിന്ന് ലോകം എഴുന്നേറ്റ് വരുന്ന കാലം. യൂറോപ്പ് തുലഞ്ഞു കിടക്കുന്നു. സാമ്രാജ്യങ്ങൾ തകർന്നു. കോളനികൾ സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങൾ കൊണ്ട് അസ്വസ്ഥമാണ്. പാശ്ചാത്യ ലോകത്തിന്റെ കണ്ണിൽ ആഫ്രിക്ക എന്നത് ഭാവിയില്ലാത്ത, യുദ്ധാനന്തരമുള്ള പുനർനിർമ്മാണത്തിന് ചൂഷണം ചെയ്യാനുള്ള ഒരു ഭൂഖണ്ഡം മാത്രമായിരുന്നു. 1945 കിഴക്കൻ ആഫ്രിക്കയിലെ ഉയർന്ന കുന്നിൻ ചെരുവുകളിൽ യൂറോപ്പിന്റെ റഡാറിൽ എങ്ങുമില്ലാതിരുന്നൊരു രാജ്യമുണ്ടായിരുന്നു. ഒരു ചെറിയ കാലത്തെ ക്രൂരമായ അധിനിവേശം ഒഴിച്ചാൽ ഒരിക്കലും ആരുടെയും കോളനിയാകാതിരുന്ന എത്യോപ്യ. അവർ അക്കാലത്ത് വിചിത്രമായൊരു കാര്യം ആസൂത്രണം ചെയ്തു. പുതിയ തീവണ്ടിപ്പാതയോ തുറമുഖമോ രണ്ടാം ലോക മഹായുദ്ധ വീരന്മാർക്കുള്ള സ്മാരകമോ അല്ല, ഒരു വിമാന കമ്പനി. യുദ്ധം സൃഷ്ടിച്ച ആ ശൂന്യതയിലേക്കാണ് എത്യോപ്യൻ എയർലൈൻസ് ജനിച്ചു വീണത്. ലോകം ഒരിക്കലും ഗൗനിക്കാതിരുന്ന ഒരു മൂലയിൽ. ഭൂമിയിലെ നരകത്തിന്റെ വാതിലെന്ന് യൂറോപ്യന്മാർ വിശേഷിപ്പിച്ച എത്യോപ്യയിൽ ഒരു രാഷ്ട്രീയ ആശയമായിട്ടായിരുന്നു അത് ജനിച്ചത്. ആഫ്രിക്കയിൽ അക്കാലത്ത് ഏതെങ്കിലും രാജ്യത്തിന് ദേശീയ വിമാന കമ്പനികൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും ഇല്ലെന്നും പറയാം. യൂറോപ്യന്മാർ അവിടെവിടെയായി സ്വർണവും രത്നങ്ങളും കടത്താൻ ദക്ഷിണാഫ്രിക്കയിലും റൊഡേഷ്യയിലും ഈജിപ്തിലുമെല്ലാം വിമാനങ്ങൾ പറത്തിയിരുന്നു. ബെൽജിയംകാരുടെ ഇംപീരിയൽ എയർ, സബീന എയർ, ഈജിപ്തിലെ മിസ്ര എയർ, സൗത്ത് ആഫ്രിക്കൻ എയർവേസ് തുടങ്ങിയവ. 2-3 വിമാനങ്ങൾ. യൂറോപ്പിലേക്ക് മാത്രം സർവീസ്. ആഭ്യന്തര സർവീസ് ഇല്ല. നാശം പിടിച്ച രണ്ടാം ലോക മഹായുദ്ധകാലത്തും ലോകമെമ്പാടും ബഹുമാനിക്കപ്പെട്ടിരുന്ന രാഷ്ട്ര നേതാവായിരുന്നു എത്യോപ്യൻ ചക്രവർത്തി ഹെയ്ലി സലാസി ഒന്നാമൻ. 20-ാം നൂറ്റാണ്ടിലെ ഭരണാധികാരികളിൽ അപൂർവം പേർ മാത്രം മനസ്സിലാക്കിയ ഒരു കാര്യം അദ്ദേഹത്തിനും അറിയാം. ആധുനിക ലോകത്തിൽ പരമാധികാരമെന്നത് ഹിറ്റ്ലറിനെ പോലെ സ്വയം പ്രഖ്യാപിക്കപ്പെടേണ്ടതല്ല, അത് സാങ്കേതികമായി നിർമ്മിക്കപ്പെടേണ്ടതാണ്. ലോകം ശ്രദ്ധിക്കുന്ന വിധത്തിൽ എത്യോപ്യയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഹെയ്ലി സലാസി ചക്രവർത്തി ചിന്തിച്ചു. അങ്ങനെയാണ് വിമാനങ്ങളാണ് ഭാവി എന്ന നിഗമനത്തിൽ അദ്ദേഹം എത്തിയത്. സെലാസിയുടെ ചിന്തയിൽ വിമാന കമ്പനികൾ റോഡുകളോ സൈന്യമോ പോലെ തന്നെ പ്രധാനപ്പെട്ട അധികാര സിരകളാണ്. യുദ്ധം കഴിഞ്ഞിരിക്കുന്നു. വിമാനങ്ങൾ സാങ്കേതിക പുരോഗതിയും നേടി. ഇനി വ്യോമയാനം ആഡംബരമല്ല. ആധുനിക ലോകത്തിൽ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് അത് അത്യാവശ്യമാണ്. വിമാനങ്ങളുടെ കണക്ടിവിറ്റി ഇല്ലാത്ത രാജ്യം സാമ്പത്തികമായി പാർശ്വവൽക്കരിക്കപ്പെടും, നയതന്ത്രപരമായി അദൃശ്യമാകും, സൈനികമായി ദുർബലമാകും. 1945 ചക്രവർത്തിയുടെ ചിന്തയിൽ എത്യോപ്യൻ എയർലൈൻസിന് മുളപൊട്ടുമ്പോൾ മിക്ക ആഫ്രിക്കൻ രാജ്യങ്ങളും യൂറോപ്യന്മാരുടെ കോളനികളാണ്. വാണിജ്യ വ്യോമയാനം യൂറോപ്പിന്റെയും അമേരിക്കയുടെയും നിയന്ത്രണത്തിലും. യൂറോപ്യൻ വിമാന കമ്പനികൾ യുദ്ധാനന്തരം പാപ്പരായതോടെ ആഫ്രിക്കയുടെ ആകാശത്ത് വിമാനങ്ങളേ ഇല്ലാത്ത അവസ്ഥ. അക്കാലത്ത് ഒരാഫ്രിക്കൻ രാജ്യം എത്ര ദരിദ്രമാകാമോ അത്രയും ദരിദ്രമായിരുന്നു എത്യോപ്യ. കടൽ തീരമില്ലാത്ത ലാൻഡ് ലോക്ക്ഡായ ആഫ്രിക്കൻ രാജ്യം. രാജ്യത്തിന്റെ നട്ടെല്ലായിരുന്ന കാർഷിക സമ്പദ് വ്യവസ്ഥ രണ്ടാം ലോക മഹായുദ്ധത്തിനിടയിലെ ഇറ്റാലിയൻ അധിനിവേശത്തിൽ തരിപ്പണമായിരുന്നു. അന്നത്തെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് എത്യോപ്യയ്ക്ക് ഒരു ദേശീയ വിമാന കമ്പനിയല്ല, അരിയും ഗോതമ്പും ഇഞ്ചിറ ബ്രെഡ് ഉണ്ടാക്കാനുള്ള ടെഫുമാണ് ആവശ്യം. എന്നാൽ ചക്രവർത്തി സലാസി അത് വിശദീകരിച്ചത് മറ്റൊരു തലത്തിലാണ്. ആഫ്രിക്കയ്ക്ക് കണക്ടിവിറ്റി വേണം, ബാക്കിയെല്ലാം അതിന് പിന്നാലെ വരും. 4 നൂറ്റാണ്ടായി യൂറോപ്പ് സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കിയത് കപ്പലുകളുടെ കണക്ടിവിറ്റി ഉണ്ടാക്കിയാണ്. പുതിയ ലോകത്തിൽ അത് സാധ്യമാക്കുക വിമാനങ്ങളായിരിക്കും. ഹെയ്ലി സലാസി യൂറോപ്പിന്റെ സമ്പത്തിനെയല്ല, പകരം അവരുടെ സംവിധാനങ്ങളെ അനുകരിക്കാനാണ് ശ്രമിച്ചത്. ഈ വ്യത്യാസമാണ് എല്ലാം മാറ്റിമറിച്ചത്. ഹെയ്ലി സലാസി ചക്രവർത്തി പറഞ്ഞാൽ മറുവാക്കില്ലായിരുന്നു. 1945 ഡിസംബർ 21 ആഡിസ് അബാബയിലെ 4 മുറി കെട്ടിടത്തിൽ എത്യോപ്യൻ എയർലൈൻസ് പിറന്നു. തന്റെ വിശ്വസ്തരായ സൈനിക മേധാവികളെയോ ബന്ധുക്കളെയോ പാർട്ടി അനുയായികളെയോ തലപ്പത്തിരുത്തുന്നതിന് പകരം സെലാസി ലോകം അമ്പരക്കുന്ന ഒരു കാര്യം ചെയ്തു. അദ്ദേഹം വിമാന കമ്പനിയുടെ മാനേജ്മെന്റ്, പരിശീലനം, ഓപ്പറേഷൻ എന്നിവ അമേരിക്കയിലെ ട്രാൻസ്വേൾഡ് എയർലൈൻസിന് TWAക്ക് കൈമാറി. കൺസൾട്ടൻസി അല്ല, മറിച്ച് പൂർണ്ണമായ പ്രവർത്തന നിയന്ത്രണം. TWAയിൽ നിന്ന് ഡെപ്യൂട്ടേഷനിലെത്തിയ അമേരിക്കൻ ക്യാപ്റ്റൻ എഡ്വേർഡ് ജി ഹാളായിരുന്നു ആദ്യത്തെ ജനറൽ മാനേജർ. TWA പൈലറ്റുമാർ വിമാനം പറത്തി. അവരുടെ എഞ്ചിനീയർമാർ അറ്റകുറ്റപ്പണികൾ നടത്തി. അവരുടെ മാനേജർമാർ ഷെഡ്യൂളും സേഫ്റ്റി പ്രോട്ടോക്കോളും നിശ്ചയിച്ചു. ഇത് ബലഹീനതയല്ല, തന്ത്രപരമായ വിനയമായിരുന്നു. അപകടകരമായ സത്യം സെലാസി തിരിച്ചറിഞ്ഞിരുന്നു. ആകാശത്ത് നുണ പറയാനാകില്ല. ആകാശം തങ്ങളുടെ കഴിവുകളെക്കുറിച്ച് പറയുന്ന പൊങ്ങച്ചങ്ങളെ പെട്ടെന്ന് തുറന്നു കാട്ടും. യുദ്ധം കഴിഞ്ഞ് സ്വതന്ത്രമായ മിക്ക രാജ്യങ്ങളും, ഇന്ത്യ ഉൾപ്പെടെ,
ആദ്യം നിയന്ത്രണവും പിന്നീട് സ്കില്ലുകളും ആഗ്രഹിച്ചപ്പോൾ എത്യോപ്യ ആദ്യം സ്കിൽ തിരഞ്ഞെടുത്തു, അതും അമേരിക്കയിൽ നിന്ന്. തങ്ങളുടെ നിയന്ത്രണം പിന്നീട് മതിയെന്ന് തീരുമാനിച്ചു. എത്യോപ്യൻ എയർലൈൻസ് ആഗോള നിലവാരത്തിലേക്ക് പതുക്കെ വളരുകയല്ല ചെയ്തത്, അവർ ആ നിലവാരത്തിലാണ് ജനിച്ചത്. 1946 ഏപ്രിൽ 8 ആഡിസ് അബാബയിൽ നിന്നും അസ്മാര വഴി കൈറോയിലേക്ക് എത്യോപ്യൻ എയർലൈൻസിന്റെ ആദ്യ വിമാനം പറന്നു. ഒരു ഡഗ്ലസ് C-47 വിമാനം ഉപയോഗിച്ചായിരുന്നു സർവീസ്. ആഴ്ചയിൽ ഒരു ദിവസമെന്ന നിലയിലാണ് ഈ സർവീസ് ഷെഡ്യൂൾ ചെയ്യപ്പെട്ടത്. ആദ്യ വിമാനയാത്ര മുതൽ തന്നെ അത് ലോകോത്തര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചു. ആഫ്രിക്കയിലെ റോഡുകൾ ടാർ ചെയ്യപ്പെടാതിരുന്ന, വിമാനത്താവളങ്ങൾ പുൽമേടുകളായിരുന്ന കാലത്ത് എത്യോപ്യൻ എയർലൈൻസ് ഒരു വികസിത രാജ്യത്തെ വിമാന കമ്പനിയെ പോലെ പ്രവർത്തിച്ചു. കാരണം തുടക്കത്തിലെ രൂപപ്പെടുന്ന സംസ്കാരമാണ് ഒരു സ്ഥാപനത്തിന്റെ ഭാവി നിശ്ചയിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് കൈറോയിൽ പട്ടാളക്കാരെ കൊണ്ടുവരാനും പോകാനും അമേരിക്ക 16ഓളം ഡഗ്ലസ് വിമാനങ്ങൾ സൂക്ഷിച്ചിരുന്നു. യുദ്ധം കഴിഞ്ഞപ്പോൾ ശേഷിച്ച 5 വിമാനങ്ങളിൽ ഒന്ന് എത്യോപ്യൻ എയർലൈൻസ് പണം കൊടുത്തു വാങ്ങി. സീറ്റിന് പകരം ബെഞ്ചുകളെല്ലാമുള്ള ഒരു ബേസിക് എയർക്രാഫ്റ്റ്. 1947 ഡിമാൻഡ് കൂടിയതോടെ ഈജിപ്തിൽ സൂക്ഷിച്ചതിൽ ബാക്കിയുള്ള 4 ഡഗ്ലസ് C-47 വിമാനങ്ങൾ കൂടി അമേരിക്കയിൽ നിന്നും എത്യോപ്യൻ എയർലൈൻസ് വാങ്ങി. പുതിയ വിമാനങ്ങളിൽ 21 സീറ്റുകളുണ്ടായിരുന്നു, ബെഞ്ചുകളല്ല. എത്യോപ്യൻ എയർലൈൻസിന്റെ ഇന്നത്തെ ഐക്കണിക് ലിവറി നിറങ്ങൾ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ഈ വിമാനങ്ങളിലാണ്. ഒരു എയർലൈൻ നടത്താൻ അമേരിക്കൻ സ്കിൽ ഉപയോഗിക്കുന്നത് താൽക്കാലികം മാത്രമാണെന്ന് എത്യോപ്യൻ എയർലൈൻസ് തുടക്കത്തിൽ നിശ്ചയിച്ചിരുന്നു. വിദേശികൾ എക്കാലവും ഭരിക്കാനല്ല, എങ്ങനെ ഭരിക്കണമെന്ന് പഠിപ്പിക്കാനാണ്. യുവാക്കളായ എത്യോപ്യക്കാർ പൈലറ്റുമാരായും എഞ്ചിനീയർമാരായും പരിശീലിപ്പിക്കപ്പെട്ടു. 1950കളിലും 60കളിലും എത്യോപ്യൻ കേഡറ്റുകൾ ആഗോള നിലവാരത്തിൽ പരിശീലനം നേടി. 1952 മുതൽ 70 വരെയുള്ള കാലത്ത് 2 കോൺവെയർ C-240S വിമാനങ്ങൾ, 11 ഡഗ്ലസ് DC-3 വിമാനങ്ങൾ, 3 ഡഗ്ലസ് 6B വിമാനങ്ങൾ, ഒരു ബോയിങ് 720B വിമാനം, ഒരു ബോയിങ് 707-320C വിമാനം എന്നിവയടക്കം 25 വിമാനങ്ങൾ എത്യോപ്യൻ എയർലൈൻസ് സ്വന്തമാക്കി. പരിശീലനം ലഭിച്ച 39 എത്യോപ്യൻ പൈലറ്റുകളും ട്രാൻസ്വേൾഡ് എയർലൈൻസിൽ നിന്ന് വാടകയ്ക്കെടുത്ത 6 അമേരിക്കൻ പൈലറ്റുമാരും 400ഓളം ജീവനക്കാരും എത്യോപ്യൻ എയർലൈൻസിനുണ്ടായിരുന്നു. 1971 എത്യോപ്യൻ എയർലൈൻസ് പൂർണ്ണമായും എത്യോപ്യക്കാരുടെ മാനേജ്മെന്റിന് കീഴിലായി. വിദേശികളായ സിഇഒയോ പൈലറ്റുമാരോ ഇല്ലാതെ തന്നെ അത് പ്രവർത്തിക്കാൻ സജ്ജമായി. ആദ്യത്തെ എത്യോപ്യക്കാരനായ ജനറൽ മാനേജറായി കേണൽ സെമ്രറ്റ് മെദാനെ വന്നു. പതിറ്റാണ്ടുകളായി ആസൂത്രണം ചെയ്ത ഒരു മാറ്റമായിരുന്നു അത്. ഈ നിമിഷമാണ് എത്യോപ്യൻ എയർലൈൻസ് വെറുമൊരു പ്രൊജക്റ്റ് എന്നതിലുപരി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി മാറിയത്. ഗവൺമെന്റുകളേക്കാൾ ആയുസ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കുണ്ട്. എത്യോപ്യയിൽ 1974 രാജഭരണം അട്ടിമറിക്കപ്പെട്ടു. മാർക്സിസ്റ്റ് സൈനിക സ്വേച്ഛാധിപത്യമാണ് പിന്നീട് നടപ്പായത്. അവസാനമില്ലാത്ത ആഭ്യന്തര യുദ്ധങ്ങളിലേക്കും ക്ഷാമത്തിലേക്കും എത്യോപ്യ വഴുതി വീണു. എത്യോപ്യൻ എയർലൈൻസ് സർവീസ് നടത്തിയിരുന്ന അയൽ രാജ്യങ്ങളിലും ഭരണകൂടങ്ങൾ ഓരോ ദിവസമെന്നോണം മാറി. ആഫ്രിക്കയിലെ മിക്ക വിമാന കമ്പനികളും പാപ്പരാവുകയോ അഴിമതിയിൽ മുങ്ങി തകരുകയോ ചെയ്തു. 1974 എത്യോപ്യയിലെ ഗവൺമെന്റ് മാത്രമല്ല മാറിയത്, ലോകം തന്നെ മാറിമറിഞ്ഞു. വിപ്ലവത്തോടെ 3000 വർഷം പഴക്കമുള്ള എത്യോപ്യൻ രാജവാഴ്ചയ്ക്ക് അന്ത്യമായി. ചക്രവർത്തി ജയിലിലായി. ആ ശൂന്യതയിലേക്ക് നീല യൂണിഫോം ഇട്ടവർ കടന്നു വന്നു. അവർ തോക്കുകളും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളും എത്യോപ്യയിലേക്ക് കൊണ്ടുവന്നു. ഈ മാർക്സിസ്റ്റ് സ്വേച്ഛാധിപത്യ സൈനിക വാഴ്ചയെ ദർഗ് എന്നാണ് ലോകം വിളിച്ചത്. സമത്വവും നീതിയും വിപ്ലവവും വാഗ്ദാനം ചെയ്ത, എന്നാൽ ഭീതിയും ക്ഷാമവും നിശബ്ദതയും സമ്മാനിച്ച സൈനിക ഭരണകൂടം എത്യോപ്യയിൽ നടപ്പാക്കിയ റെഡ് ടെറർ എന്ന ചുവന്ന ഭീകരത. സർവകലാശാലകൾ കത്തിയെരിയുമ്പോഴും ബുദ്ധിജീവികൾ അപ്രത്യക്ഷരാകുമ്പോഴും ഭൂമി ദേശസാൽക്കരിക്കപ്പെടുമ്പോഴും അതിർത്തികൾ യുദ്ധക്കളങ്ങളായി മാറിയപ്പോഴും ഒരു സ്ഥാപനം മാത്രം അക്കാലത്ത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്ന് ചെയ്തു. എത്യോപ്യൻ എയർലൈൻസ് പറക്കൽ തുടർന്നു. 1974 ദർഗ് ഗറില്ലകൾ അധികാരം പിടിച്ചെടുത്ത നിമിഷം തന്നെ എത്യോപ്യ ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. പുതിയ ഭരണകൂടം സ്വകാര്യ സംരംഭങ്ങളെ ജനങ്ങളുടെ ശത്രുക്കളായി പ്രഖ്യാപിച്ചു. പാശ്ചാത്യ സ്ഥാപനങ്ങൾ പുറത്താക്കപ്പെട്ടു. വിദേശ സ്വാധീനം സംശയത്തോടെ വീക്ഷിക്കപ്പെട്ടു. സാമ്പത്തിക വ്യവസ്ഥ സൈനികവൽക്കരിച്ചു. സ്കില്ലിനേക്കാൾ വിശ്വസ്തതയ്ക്ക് പ്രാധാന്യം ലഭിച്ചു. ലോകം പറഞ്ഞത് എത്യോപ്യൻ എയർലൈൻസ് മരിച്ചു എന്നാണ്. കാരണം എയർലൈനുകൾ എന്നത് കൂടുതൽ മൂലധനം ആവശ്യമുള്ളവയാണ്, സാങ്കേതികമായി സങ്കീർണമാണ്, അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിധേയമാണ്. പാശ്ചാത്യ വിമാനങ്ങൾ, സ്പെയർ പാർട്സ്, ട്രെയിനിങ് എന്നിവയെ എയർലൈനുകൾ അമിതമായി ആശ്രയിക്കുന്നു. മാർക്സിസ്റ്റ് ഭരണകൂടങ്ങൾ ഈ 4 കാര്യങ്ങളെയും വെറുത്തിരുന്നു. എന്തുകൊണ്ടാണ് മാർക്സിസ്റ്റുകൾ എത്യോപ്യൻ എയർലൈൻസിനെ നശിപ്പിക്കാതിരുന്നത്? ബാങ്കുകളും ഭൂമിയും ഫാക്ടറികളും സർവകലാശാലകളും മാധ്യമങ്ങളുമടക്കം ദേശസാൽക്കരിച്ചിട്ടും എന്തുകൊണ്ട് അവർ എത്യോപ്യൻ എയർലൈൻസിനെ പറക്കാൻ അനുവദിച്ചു? എത്യോപ്യൻ എയർലൈൻസ് ഇവിടെ സമർത്ഥമായി ബാലൻസ് ചെയ്തു. മാർക്സിസ്റ്റുകൾ ഭരണം പിടിച്ചപ്പോഴേ അന്നത്തെ ജനറൽ മാനേജറായിരുന്ന കേണൽ സെമ്രറ്റ് മെദാനയെ പുറത്താക്കിയിരുന്നു. കമ്മ്യൂണിസ്റ്റ് പട്ടാള മേധാവിയായ ബ്രിഗേഡിയർ ജനറൽ തഫീസ് അയാലുവാണ് പകരം ജനറൽ മാനേജറായത്.
മാർക്സിസ്റ്റുകളെ ഭയന്ന് എത്യോപ്യൻ എയർലൈൻസ് ഒരു കത്തിമുനയിലൂടെയാണ് റെഡ് ടെററിന്റെ 16 വർഷക്കാലം സഞ്ചരിച്ചത്. കൂടുതൽ സ്വതന്ത്രമായാൽ മുതലാളിത്തമെന്ന ആരോപണം വരും. കൂടുതൽ അനുസരണയുള്ളതായാൽ പ്രവർത്തന തകർച്ച നേരിടും. കൂടുതൽ പാശ്ചാത്യമായാൽ അതിന്റെ പാർട്ടിക്കൂടെ സംശയിക്കപ്പെടും. കൂടുതൽ പ്രത്യയശാസ്ത്രപരമായാൽ സുരക്ഷാ ദുരന്തം സംഭവിക്കും. അതുകൊണ്ട് എത്യോപ്യൻ എയർലൈൻസ് തങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു ഫിലോസഫി സ്വീകരിച്ചു. ഞങ്ങൾ ഭരണകൂടത്തെ സേവിക്കും, പക്ഷേ ഭരണകൂടത്തിന്റെ ഭാഗമാകില്ല. ക്രൂരമെന്ന് തോന്നുന്ന ഒരു കാരണം കൊണ്ടാണ് ദർഗ് മാർക്സിസ്റ്റുകൾ എത്യോപ്യൻ എയർലൈൻസിനെ സഹിച്ചത്. അവർക്കതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അതായിരുന്നു എത്യോപ്യയുടെ ഏക വിശ്വസനീയമായ അന്താരാഷ്ട്ര കവാടം. അത് വിദേശ നാണ്യം കൊണ്ടുവന്നു. അത് നയതന്ത്രജ്ഞരെയും ആയുധങ്ങളും അന്താരാഷ്ട്ര സഹായങ്ങളും എത്തിച്ചു. അത് ആഡിസ് അബാബയെ കമ്മ്യൂണിസ്റ്റ് കേന്ദ്രങ്ങളായ മോസ്കോ, ഈസ്റ്റ് ബെർലിൻ, ഹവാന എന്നിവയുമായി ബന്ധിപ്പിച്ചു. അതൊരു സജീവമായ രാഷ്ട്രത്തിന്റെ പ്രതിച്ഛായ നൽകി. എത്യോപ്യൻ എയർലൈൻസ് ഒരു ആഡംബരമല്ല, മറിച്ച് ഒരു തന്ത്രപ്രധാനമായ ആസ്തിയായി മാറി. എന്നാൽ ആ സംരക്ഷണത്തിനൊപ്പം അപകടവുമുണ്ടായിരുന്നു. ഒരു ചെറിയ രാഷ്ട്രീയ പിഴവ് സംഭവിച്ചാൽ പോലും എയർലൈൻ പൂർണ്ണമായും വിഴുങ്ങപ്പെടും. 1977-നും 1978-നും ചുവന്ന ഭീകരത അതിന്റെ ഉച്ചസ്ഥായിയിലെത്തി. 10,000 കൊല്ലപ്പെട്ടു, വിദ്യാർത്ഥികൾ വധിക്കപ്പെട്ടു, എഞ്ചിനീയർമാർ അപ്രത്യക്ഷരായി, വിദഗ്ധർ രാജ്യം വിട്ടു. എന്നിട്ടും എത്യോപ്യൻ എയർലൈൻസിനുള്ളിൽ ഫ്ലൈറ്റ് പരിശീലനം തുടർന്നു. മെയിൻ്റനൻസ് ഷെഡ്യൂളുകൾ കൃത്യമായി പാലിക്കപ്പെട്ടു. അന്താരാഷ്ട്ര ഓഡിറ്റുകൾ കുഴപ്പമില്ലാതെ നടന്നു. സുരക്ഷാ സംസ്കാരം മാറ്റമില്ലാതെ തുടർന്നു. ഇതിന് ചുവന്ന ഭീകരതയുടെ കാലഘട്ടത്തിൽ സ്ഥാനക്കയത്തിന് രാഷ്ട്രീയമായ വിശ്വസ്തത മാനദണ്ഡമാക്കാൻ എയർലൈൻ വിസമ്മതിച്ചു. പാർട്ടി കൂറുകൊണ്ട് ആരും എയർലൈനിന്റെ തലപ്പത്ത് വന്നില്ല. സാങ്കേതിക വിഭാഗങ്ങൾ മെറിറ്റ് അടിസ്ഥാനത്തിൽ തന്നെ തുടർന്നു. ആവശ്യമുള്ളിടത്ത് വിദേശ ഇൻസ്ട്രക്ടർമാരെ നിശബ്ദമായി നിലനിർത്തി. പ്രത്യയശാസ്ത്ര മുദ്രാവാക്യങ്ങൾ പ്രവർത്തന മാനുവലുകളിൽ നിന്ന് ഒഴിവാക്കി. എത്യോപ്യൻ എയർലൈൻസ് അക്കാലത്ത് മറ്റൊരു രാജ്യം പോലെയാണ് തങ്ങൾക്ക് അനുഭവപ്പെട്ടതെന്ന് പല ജീവനക്കാരും പിന്നീട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് സ്വതന്ത്രമല്ലായിരിക്കാം, പക്ഷേ യുക്തിസഹമായിരുന്നു. 1980 മുതൽ എത്യോപ്യ ശീതയുദ്ധത്തിന്റെ ആഫ്രിക്കൻ കരുവായി. സോവിയറ്റ് ഉപദേശകർ അഡിസ് അബാബയിൽ നിറഞ്ഞു. ക്യൂബൻ സൈന്യം എത്യോപ്യൻ മണ്ണിൽ യുദ്ധം ചെയ്തു. പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ബന്ധം വഷളായി. ഉപരോധങ്ങളും നയതന്ത്ര ഒറ്റപ്പെടലുകളും പിന്നാലെ എത്തി. 1980-ൽ എയർലൈനിന്റെ തലപ്പത്തേക്ക് കൂടുതൽ കടുപ്പക്കാരനായ മാർക്സിസ്റ്റ് ക്യാപ്റ്റൻ മുഹമ്മദ് അഹമ്മദ് എത്തി. ഇവിടെ ശ്രദ്ധേയമായൊരു വസ്തുതയുണ്ട്. എത്യോപ്യൻ എയർലൈൻസ് ഒരിക്കലും ഒരു സോവിയറ്റ് മാതൃകയിലുള്ള എയർലൈനായി മാറിയില്ല. അവർ പാശ്ചാത്യ വിമാനങ്ങൾക്ക് പകരം സോവിയറ്റ് മോഡലുകളും വാങ്ങിയില്ല. അവർ ബോയിങ്ങും ഡഗ്ലസും ATR വിമാനങ്ങളും ഓട്ടർ വിമാനങ്ങളും എല്ലാം വാങ്ങി. 1971-ൽ 25 വിമാനങ്ങൾ ഉണ്ടായിരുന്ന എത്യോപ്യൻ എയർലൈൻസിന് റെഡ് ടെറർ അവസാനിച്ച് ജനാധിപത്യം പുലർന്ന 1991-ൽ 38 വിമാനങ്ങൾ സ്വന്തമായിരുന്നു. ഇതേ സമയം സോവിയറ്റ് എയർലൈനായ എയ്റോഫ്ലോട്ടിന് എത്ര വിമാനങ്ങൾ ഉണ്ടായിരുന്നെന്നറിയാമോ? 5000 വിമാനങ്ങൾ. കേട്ടത് തെറ്റിയിട്ടില്ല, 5000 വിമാനങ്ങൾ. USSRന്റെ യാത്രാ വിമാനങ്ങളും മിലിറ്ററി വിമാനങ്ങളും എല്ലാം അന്ന് എയ്റോഫ്ലോട്ടിന് കീഴിലാണ്. എന്നിട്ടും ഒരു മാർക്സിസ്റ്റ് ഏകാധിപത്യ രാജ്യമായ എത്യോപ്യ ഒരൊറ്റ സോവിയറ്റ് വിമാനം പോലും വാങ്ങിയിട്ടില്ല. സോവിയറ്റ് വിമാനങ്ങൾക്ക് ആഗോള മെയിൻ്റനൻസ് ശൃംഖലകളോ അന്താരാഷ്ട്ര സർട്ടിഫിക്കേഷനോ ഇൻഷുറൻസ് വിശ്വാസ്യതയോ ഇല്ലായിരുന്നു. എത്യോപ്യൻ എയർലൈൻസ് തങ്ങളുടെ വിമാനങ്ങൾ മാറ്റിയിരുന്നെങ്കിൽ ലോകത്തിൽ നിന്ന് അവർ ഒറ്റപ്പെടുമായിരുന്നു. 1980-കൾ എത്യോപ്യയെ സംബന്ധിച്ചിടത്തോളം ദുരന്തപൂർണമാണ്. തുടർച്ചയായ ആഭ്യന്തര യുദ്ധം, ഒഗാഡൻ സംഘർഷത്തിന്റെ അനന്തരഫലങ്ങൾ, നിർബന്ധിത കൂട്ടുകൃഷി സമ്പ്രദായം, 10 ലക്ഷത്തിലധികം പേരുടെ മരണത്തിനിടയാക്കിയ 1985-ലെ ക്ഷാമം. ശരിക്കും ലോകത്തിന്റെ പട്ടിണിയുടെ തലസ്ഥാനമായി ആഡിസ് അബാബ മാറി. വിരോധാഭാസം പോലെ ഈ നശിച്ച കാലഘട്ടത്തിലാണ് എത്യോപ്യൻ എയർലൈൻസ് അതിന്റെ DNA രൂപപ്പെടുത്തിയത്. ഒരിക്കലും ഒരു രാഷ്ട്രീയ വ്യവസ്ഥയെ മാത്രം ആശ്രയിക്കരുത് എന്ന് അവർ പഠിച്ചു. പ്രത്യയശാസ്ത്രത്തെ സുരക്ഷയ്ക്ക് മുകളിൽ പ്രതിഷ്ഠിക്കരുത്. ക്ഷാമകാലത്തും പരിശീലനം നിർത്തരുത്. അന്താരാഷ്ട്ര വിശ്വാസം ഒരിക്കലും തകർക്കരുത്. ഈ പാഠങ്ങളാണ് പിന്നീട് അവരെ സഹായിച്ചത്. 1991-ൽ എത്യോപ്യയിലെ ദർഗ് മാർക്സിസം തകർന്നു. ഏകാധിപതി മെങ്കിസ്റ്റ് രാജ്യം വിട്ടു. രാഷ്ട്രം തളർന്നിരുന്നു. സാമ്പത്തിക വ്യവസ്ഥ തരിപ്പണമായി. സ്ഥാപനങ്ങൾ ശൂന്യമായി. മിക്ക എയർലൈനുകളും ഭരണകൂടങ്ങൾക്കൊപ്പം മരിക്കാറാണ് പതിവ്. എത്യോപ്യൻ എയർലൈൻസ് ഒരു ഏകാധിപത്യ ഭരണത്തേക്കാൾ കൂടുതൽ കാലം ജീവിച്ചു. 1991-ൽ മാർക്സിസ്റ്റ് ഭീകരത അവസാനിച്ചതിന് ശേഷം ഏവിയേഷൻ കണക്ടിവിറ്റിയുടെ തന്ത്രപരമായ മൂല്യം മനസ്സിലാക്കിയ പുതിയ ഗവൺമെന്റ് മിക്ക ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തങ്ങളുടെ എയർലൈനിനെ സ്വകാര്യവൽക്കരിച്ചില്ല. പകരം അതിനെ ശാക്തീകരിച്ചു. ഒരു എയർലൈനിനെ ആഗോളതലത്തിൽ മത്സരിക്കാൻ സജ്ജമാക്കുന്നതിന് എന്താണ് വേണ്ടത്? പാരമ്പര്യമോ തറവാടിത്തമോ അല്ല, ആധുനികവും കാര്യക്ഷമവുമായ ലോകോത്തര വിമാനങ്ങളാണ് ആവശ്യം. 1991-ന് ശേഷം എത്യോപ്യൻ എയർലൈൻസ് സമ്പൂർണ്ണ ആധുനികവൽക്കരണത്തിന് തുടക്കം കുറിച്ചു. പുതിയ സഹസ്രാബ്ദത്തിന്റെ തുടക്കത്തിൽ വ്യക്തമായ തന്ത്രങ്ങളോടെ അവർ വിമാനശേഖരം വിപുലീകരിച്ചു. ബോയിങ് 787 വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന ആഫ്രിക്കയിലെ ആദ്യത്തെ എയർലൈനായി എത്യോപ്യൻ മാറി. ലോങ് ഹോൾ റൂട്ടുകളിൽ എത്യോപ്യൻ ആഫ്രിക്ക ഭരിച്ചു.
എയർബസ് A350-900XWB, പിന്നീട് A350-1000 എന്നിവ പ്രവർത്തിപ്പിക്കുന്ന ആഫ്രിക്കയിലെ ആദ്യത്തെ എയർലൈനും എത്യോപ്യൻ തന്നെയായിരുന്നു. 2018 എത്യോപ്യൻ ഒരു നാഴികക്കല്ല് പിന്നിട്ടു. സജീവമായി പറക്കുന്ന 100 വിമാനങ്ങളടങ്ങിയ ഫ്ലീറ്റ് എന്ന നേട്ടം. ഇത് ആഫ്രിക്കയിൽ മാത്രമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞതും ആധുനികവുമായ വിമാനശേഖരങ്ങളിൽ ഒന്നായി ഇതിനെ മാറ്റി. ഇന്ന് ആ ശേഖരം വളരെ വലുതാണ്. 168 ആധുനിക വിമാനങ്ങൾ സജീവ സേവനത്തിലുണ്ട്. എയർബസ് A350-900, A350-1000, ബോയിങ് 787-8, 787-9 ഡ്രീം ലൈനറുകൾ, ലോങ് റേഞ്ച് മോഡലുകൾ ഉൾപ്പെടെയുള്ള ബോയിങ് 777 സീരീസ്, മാക്സ് വകഭേദങ്ങൾ ഉൾപ്പെടെ ബോയിങ് 737 ഫാമിലി, പ്രാദേശിക റൂട്ടുകൾക്കായി ബൊംബാർഡിയർ Q400 ടർബോപ്രോപ്പുകൾ എന്നിവ. അടുത്ത 10 വർഷത്തെ ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് ഡസൻ കണക്കിന് പുതിയ വിമാനങ്ങൾക്കായി എത്യോപ്യൻ ഓർഡർ നൽകി കഴിഞ്ഞു. 1991 ശേഷമുള്ള ലോകത്ത് എത്യോപ്യൻ എയർലൈൻസ് അതിൻ്റെ റൂട്ട് ശൃംഖല പ്രാദേശിക തലത്തിൽ നിന്ന് ആഗോള തലത്തിൽ വികസിപ്പിച്ചു. ഇന്ന് ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ്, അമേരിക്ക, ഏഷ്യ എന്നിവിടങ്ങളിലായി 140-ലധികം ഡെസ്റ്റിനേഷനുകളിലേക്ക് എത്യോപ്യൻ എയർലൈൻസ് സർവീസ് നടത്തുന്നുണ്ട്. ഇത് 70-ലധികം ആഫ്രിക്കൻ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നു. മറ്റൊരു എയർലൈനിനും ഇത്രയധികം ആഭ്യന്തര ലക്ഷ്യസ്ഥാനങ്ങളില്ല. ഈ റൂട്ട് നെറ്റ്വർക്ക് ഒരു ഭൂപടം മാത്രമല്ല, ആഡിസ് അബാബയെ ഒരു തലസ്ഥാന നഗരിയിൽ നിന്ന് ആഗോള വ്യോമയാന ഹബ്ബായി ഉയർത്തിയ രാഷ്ട്രീയ നേട്ടം കൂടിയാണിത്. 2011 ലോകത്തിലെ ഏറ്റവും വലിയ എയർലൈൻ സഖ്യമായ സ്റ്റാർ അലയൻസിലെ ആദ്യ ആഫ്രിക്കൻ അംഗമായി എത്യോപ്യൻ എയർലൈൻസ്. സ്റ്റാർ അലയൻസിലെ അംഗത്വം എത്യോപ്യൻ എയർലൈൻസിന് 100 കണക്കിന് പുതിയ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് പ്രവേശനം നൽകി. ഇപ്പോൾ എത്യോപ്യൻ വിഷൻ 2035 അതിലും വലിയ ലക്ഷ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. വിമാനങ്ങളുടെ എണ്ണം ഇരട്ടിയാക്കുക, 145 നിന്ന് 271, അന്താരാഷ്ട്ര ലക്ഷ്യസ്ഥാനങ്ങൾ 133 നിന്ന് 200 വർദ്ധിപ്പിക്കുക, വാർഷിക യാത്രക്കാരുടെ എണ്ണം 14 ദശലക്ഷത്തിൽ നിന്ന് 65 ദശലക്ഷമാക്കി ഉയർത്തുക, കാർഗോ ശേഷി പ്രതിവർഷം 3 ദശലക്ഷം ടണ്ണായി വർദ്ധിപ്പിക്കുക, വാർഷിക വരുമാനം $25 ബില്യൺ ഉയർത്തുക. നിലവിൽ ഇത് $6.1 ബില്യൺ. വിമാനം പറത്തുന്നതിൽ മാത്രം എത്യോപ്യൻ എയർലൈൻസ് ഒതുങ്ങി നിന്നില്ല. അതിനെ താങ്ങി നിർത്തുന്ന ഒരു സമ്പൂർണ്ണ ആവാസ വ്യവസ്ഥ തന്നെ അവർ നിർമ്മിച്ചു. സ്വന്തം വിമാനങ്ങൾക്കും ആഗോള ഉപഭോക്താക്കൾക്കും സേവനം നൽകുന്ന ലോകോത്തര മെയിൻ്റനൻസ് സെൻ്ററായ എത്യോപ്യൻ MRO, ആഫ്രിക്കയിൽ നിന്നുള്ള പൈലറ്റുമാർക്കും സാങ്കേതിക വിദഗ്ധർക്കും പരിശീലനം നൽകുന്ന എത്യോപ്യൻ ഏവിയേഷൻ അക്കാഡമി, എത്യോപ്യൻ കേറ്ററിംഗ് ആൻഡ് ഗ്രൗണ്ട് സർവീസസ്, അങ്ങനെയെല്ലാം. ആധുനിക കാലത്തെ എത്യോപ്യൻ്റെ ഏറ്റവും വലിയ സംരംഭം അതിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനമാണ്. ആഡിസ് അബാബയ്ക്ക് പുറത്ത് നിർമ്മിക്കുന്ന ബിഷോഫ്റ്റു ഇൻ്റർനാഷണൽ എയർപോർട്ട് 2030 പൂർത്തിയാകുമ്പോൾ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ വിമാനത്താവളമായി അത് മാറും. പ്രതിവർഷം 110 മില്യണിലധികം യാത്രക്കാരെ ഉൾക്കൊള്ളാനും 270 വിമാനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യാനുമുള്ള ശേഷി ഇതിനുണ്ടാകും. ഇനി നോക്കാം, എങ്ങനെയാണ് ഇത്രയധികം പ്രതികൂലമായ ജിയോ പൊളിറ്റിക്കൽ സമസ്യകളിൽ നിന്ന് എത്യോപ്യൻ പറന്നു പൊങ്ങിയത് എന്ന്, അതിൻ്റെ കാരണങ്ങളും പ്രയത്നങ്ങളും എന്താണെന്ന്. എത്യോപ്യ കിടക്കുന്നത് ഹോൺ ഓഫ് ആഫ്രിക്കയിലാണ്. ഒരു കാലത്ത് സാമ്രാജ്യങ്ങൾ വെറുമൊരു അതിർത്തി പ്രദേശമായി മാത്രം കണ്ടിരുന്ന ഒരിടം. സംസ്കാരങ്ങൾക്കിടയിലെ ഒരു ബഫർ സോൺ. തീരപ്രദേശങ്ങളില്ല, പ്രകൃതിദത്തമായ തുറമുഖങ്ങളില്ല, ആഗോള വ്യാപാരത്തിലേക്ക് എളുപ്പ വഴികളില്ല. എന്നാൽ എത്യോപ്യൻ എയർലൈൻസ് ഭൂമിശാസ്ത്രത്തെ ഒരു പരിമിതിയായിട്ടല്ല, നേട്ടമായി കണ്ടു. പടിഞ്ഞാറൻ യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ദക്ഷിണേഷ്യ, ദക്ഷിണാഫ്രിക്ക എന്നിവയ്ക്ക് ഏകദേശം മധ്യഭാഗത്തായിട്ടാണ് ആഡിസ് അബാബ. ഒരു ഫ്ലാറ്റ് മാപ്പിലല്ല, മറിച്ച് ഒരു ഗ്ലോബിൽ നോക്കിയാൽ ആഡിസ് അബാബ അത്ഭുതകരമാം വിധം ലോകത്തിൻ്റെ മധ്യഭാഗത്താണെന്ന് കാണാം. ആഡിസിൽ നിന്നുള്ള ഒരു ചെറിയ നാരോ ബോഡി എയർക്രാഫ്റ്റിന് ആഫ്രിക്കയുടെ മിക്ക ഭാഗങ്ങളിലും പെട്ടെന്നെത്താൻ കഴിയും. ഒരു വലിയ വൈഡ് ബോഡി വിമാനത്തിന് ലണ്ടൻ, ബീജിംഗ്, മുംബൈ, സാവോപോളോ എന്നിവിടങ്ങളിലേക്ക് ഇന്ധനക്ഷമതയോടെ പറക്കാൻ സാധിക്കും. മറ്റ് ആഫ്രിക്കൻ എയർലൈനുകൾ നമുക്ക് എങ്ങനെ പാരീസിലേക്കോ ലണ്ടനിലേക്കോ കണക്ടിവിറ്റി നൽകാമെന്ന് ചിന്തിച്ചപ്പോൾ എത്യോപ്യൻ എയർലൈൻസ് അതിലും അപകടകരമായ ഒരു ചോദ്യം ചോദിച്ചു: ആഫ്രിക്ക തന്നെ ലോകത്തിൻ്റെ കേന്ദ്രമായാലോ? അങ്ങനെ അവർ ഹബ് ആൻഡ് സ്പോക്ക് മാതൃക ആഫ്രിക്കയിൽ വളരെ മുമ്പ് നടപ്പാക്കി. 1960കളിലും 70കളിലും മിക്ക ആഫ്രിക്കൻ എയർലൈനുകളും പോയിന്റ് ടു പോയിന്റ് കാരിയറുകളാണ്. അവർ പറന്നിരുന്നത് തലസ്ഥാനത്ത് നിന്ന് പഴയ കൊളോണിയൽ തലസ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ തലസ്ഥാനത്ത് നിന്ന് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക്. ഇത് കൊളോണിയൽ കാലത്തെ യുക്തിയാണ്. വിഭവങ്ങൾ കൊണ്ടുപോവുക എന്നതല്ലാതെ പരസ്പരം ബന്ധിപ്പിക്കുക എന്നതല്ല. എത്യോപ്യൻ എയർലൈൻസ് ഈ മാതൃകയെ തുടക്കത്തിലെ നിരസിച്ചു. ആഫ്രിക്കയിൽ പ്രചാരത്തിലാകുന്നതിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അവർ ഹബ് ആൻഡ് സ്പോക്ക് സിസ്റ്റം സ്വീകരിച്ചു. ചെറിയ നഗരങ്ങളിൽ നിന്നുള്ള യാത്രക്കാരെ ആഡിസിലേക്ക് എത്തിക്കുന്നു. ആഡിസ് അബാബ ഈ യാത്രക്കാരെ വിവിധ ഭൂഖണ്ഡങ്ങളിലേക്ക് വിഭജിച്ചയക്കുന്നു. ഇതോടെ വിമാനങ്ങളുടെ ഉപയോഗം വർദ്ധിക്കുന്നു, യാത്രക്കാരുടെ എണ്ണം സ്ഥിരത കൈവരിക്കുന്നു, ചെലവ് കുറയുന്നു, ശൃംഖലയുടെ കരുത്ത് വളരുന്നു. ഇന്ന് ഇത് വിമാന കമ്പനികളുടെ അടിസ്ഥാന സാമ്പത്തിക ശാസ്ത്രമാണ്. എന്നാൽ അക്കാലത്ത് ആഫ്രിക്കയിൽ ഇത് വിപ്ലവകരമായിരുന്നു. ആഡിസ് അബാബയെ ഹബ്ബാക്കുന്നതിലൂടെ എത്യോപ്യൻ എയർലൈൻസ് നിശബ്ദമായി ഒരു വലിയ കാര്യം ഉറപ്പിച്ചു: ആഫ്രിക്കയെ ആഫ്രിക്കയുമായി ബന്ധിപ്പിക്കാൻ യൂറോപ്പിൻ്റെ ആവശ്യമില്ല.
ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത ഇതാണ്. പതിറ്റാണ്ടുകളായി ഒരു ആഫ്രിക്കൻ രാജ്യത്തു നിന്ന് അയൽ രാജ്യത്തേക്ക് പോകുന്നതിനേക്കാൾ എളുപ്പമായിരുന്നു യൂറോപ്പിലേക്ക് പറക്കുന്നത്. കൊളോണിയൽ അതിരുകൾ കടുപ്പമേറിയതാണ്. വ്യോമയാന കരാറുകൾ പൊളിറ്റിക്കൽ ട്രാപ്പുകളായിരുന്നു. ദേശീയതാവാദവും ഗോത്രങ്ങളുടെ ദുരഭിമാനവും ഏവിയേഷൻ സഹകരണത്തെ തകർത്തു. അഴിമതിയും ഈഗോയും കാരണം പല എയർലൈനുകളും തകർന്നു വീണു. നൈജീരിയൻ എയർവേസ്, ഘാന എയർവേസ്, അങ്ങനെ പലതും. മറ്റുള്ളവർ അവഗണിച്ചത് എത്യോപ്യൻ എയർലൈൻസ് അവസരമാക്കി. ആഫ്രിക്കയിൽ 1.4 ബില്യൺ ജനങ്ങളുണ്ട്. ഡസൻ കണക്കിന് ലാൻഡ് ലോക്ക്ഡ് രാജ്യങ്ങളുണ്ട്. പ്രശസ്തമായ അന്താരാഷ്ട്ര റൂട്ടുകൾക്ക് പിന്നാലെ ഓടുന്നതിന് പകരം എത്യോപ്യ ആഫ്രിക്കയ്ക്കുള്ളിലെ സാന്നിധ്യം ശക്തമാക്കി. പടിഞ്ഞാറൻ ആഫ്രിക്കയെ കിഴക്കൻ ആഫ്രിക്കയുമായി, മധ്യ ആഫ്രിക്കയെ ദക്ഷിണാഫ്രിക്കയുമായി, സംഘർഷ മേഖലകളെ വിപണികളുമായി, തലസ്ഥാനങ്ങളെ രണ്ടാം നിര നഗരങ്ങളുമായി കണക്ട് ചെയ്തു. ഇതിൽ പല റൂട്ടുകളും തുടക്കത്തിൽ ലാഭകരമായിരുന്നില്ല, രാഷ്ട്രീയമായി അസ്ഥിരമായിരുന്നു. മറ്റ് എയർലൈനുകൾ അവ ഒഴിവാക്കി. എത്യോപ്യൻ അവ ഏറ്റെടുത്തു. എത്യോപ്യൻ എയർലൈൻസ് ഒരു റിവേഴ്സ് ബെറ്റ് വെച്ചു. നഷ്ടമുണ്ടാക്കുമെന്ന് തോന്നുന്ന റൂട്ടുകളിൽ സേവനം നൽകുക, അവ ലാഭകരമാകുന്നതുവരെ. ആഫ്രിക്കയിൽ 16 ലാൻഡ് ലോക്ക്ഡ് രാജ്യങ്ങളുണ്ട്, ലോകത്തെ മറ്റേതൊരു ഭൂഖണ്ഡത്തെക്കാളും കൂടുതൽ. ഈ രാജ്യങ്ങൾക്ക് വ്യോമയാനം ഒരു ആഡംബരമല്ല, പ്രാണവായുവാണ്. എത്യോപ്യൻ എയർലൈൻസ് ഇത് മറ്റാരെക്കാളും മുമ്പ് മനസ്സിലാക്കി. ഈ രാജ്യങ്ങളുടെ പ്രധാന അന്താരാഷ്ട്ര കവാടമായി അവർ സ്വയം മാറി. റുവാണ്ട, ഉഗാണ്ട, സാംബിയ, മലാവി, ചാഡ്, ദക്ഷിണ സുഡാൻ, സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്, അങ്ങനെ എല്ലായിടത്തും സാന്നിധ്യം. ചരക്ക് നീക്കം, നയതന്ത്രം, ബിസിനസ് യാത്രകൾ, ഡൊണേഷൻസ്, അങ്ങനെയെല്ലാം ആഡിസ് വഴി ഒഴുകി. ഫലത്തിൽ എത്യോപ്യൻ എയർലൈൻസ് ഈ രാജ്യങ്ങളുടെ പുറം ലോകത്തേക്കുള്ള തുറമുഖമായി മാറി. ഒരു വിപണന ക്യാമ്പയിനും നൽകാൻ കഴിയാത്ത രാഷ്ട്രീയ സ്വാധീനം ഇതവർക്ക് നൽകി. ഒരു രാജ്യത്തിൻ്റെ ലോജിസ്റ്റിക്സിൽ നിങ്ങൾ ഒഴിച്ചുകൂടാനാവാത്തവരാകുമ്പോൾ ആർക്കും നിങ്ങളെ തൊടാനാവില്ല. മിക്ക എയർലൈനുകളും തുടക്കത്തിലെ ഗ്ലാമറിന് പിന്നാലെ പോകും. ന്യൂയോർക്ക്, പാരീസ്, ലണ്ടൻ, ലോസ് ഏഞ്ചൽസ്. എത്യോപ്യൻ എയർലൈൻസ് നേരെ തിരിച്ചാണ് ചെയ്തത്. അവർ ആദ്യം ഭൂഖണ്ഡത്തിൽ ആധിപത്യം സ്ഥാപിച്ചു. പിന്നീട് വടക്കേ അമേരിക്കയിലേക്കും ചൈനയിലേക്കും തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്കും വ്യാപിപ്പിച്ചപ്പോൾ അവർക്ക് ഇതിനകം തന്നെ മതിയായ യാത്രക്കാരും ചരക്കുകളും ഉണ്ടായിരുന്നു. ഇത് അവരുടെ ദീർഘദൂര സർവീസുകൾ ലാഭകരമാക്കി. ഇന്ന് അഡിസ് അബാബയിലെ ബോലെ ഇന്റർനാഷണൽ എയർപോർട്ട് മറ്റൊരു തിരക്ക് പിടിച്ച എയർപോർട്ട് മാത്രമല്ല, അത് ഘടനാപരമായി ആധിപത്യം പുലർത്തുന്ന ഒന്നാണ്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന കണക്റ്റിംഗ് പാസഞ്ചർ അനുപാതങ്ങളിൽ ഒന്നിവിടെയാണ്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ കാർഗോ ഹബ്ബ്, ഐക്യരാഷ്ട്രസഭ, ആഫ്രിക്കൻ യൂണിയൻ, NGOകൾ എന്നിവയുടെ പ്രധാന ട്രാൻസിറ്റ് പോയിന്റ്. എമിറേറ്റ്സും ഖത്തർ എയർവേസും എത്തിഹാദുമെല്ലാം ആഫ്രിക്കയെ ലോകവുമായി ബന്ധിപ്പിക്കുന്നു. എന്നാൽ ആഡിസ് ആഫ്രിക്കയുമായി ബന്ധിപ്പിക്കുന്നു, പിന്നീട് ലോകവുമായും. നേരത്തെ പറഞ്ഞല്ലോ, 1970കളിലും 80കളിലും 90കളിലും പല ആഫ്രിക്കൻ എയർലൈനുകളും തകർന്നുപോയി. അതിന് പ്രധാന കാരണം പഴയ വിമാനങ്ങൾ, ഉയർന്ന ഇന്ധനച്ചെലവ്, നിരന്തരമായ സാങ്കേതിക പ്രശ്നങ്ങൾ, കടബാധ്യത, രാഷ്ട്രീയ ഇടപെടലുകൾ എന്നിവയായിരുന്നു. എത്യോപ്യൻ എയർലൈൻസ് ഈ കെണിയിൽ വീണില്ല. നമുക്ക് വാങ്ങാൻ കഴിയുന്ന ഏറ്റവും വില കുറഞ്ഞ വിമാനം ഏതാണ് എന്ന് ചോദിക്കുന്നതിന് പകരം അവർ ചോദിച്ചത് അടുത്ത 20 വർഷം കാര്യക്ഷമതയോടെ നിൽക്കുന്ന വിമാനം ഏതാണെന്നായിരുന്നു. പുതിയ വിമാനങ്ങൾ എന്നത് വെറുമൊരു ആഡംബരമല്ല, അതൊരു ആയുധമാണ്. എത്യോപ്യൻ എയർലൈൻസിന് ആഫ്രിക്കയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വിമാനശേഖരമുണ്ട്. ഇത് ഗൾഫ് രാജ്യങ്ങളിലെ വലിയ എയർലൈനുകളോട് പോലും മത്സരിക്കുന്നു. 2012 ബോയിങ് 787 ഡ്രീം ലൈനറുകൾ എത്യോപ്യൻ വാങ്ങിയത് ഈ കാഴ്ചപ്പാട് കൊണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എമിറേറ്റ്സ് അല്ല, ഖത്തർ എയർവേസ് അല്ല, സൗത്ത് ആഫ്രിക്കൻ എയർവേസ് അല്ല, എത്യോപ്യൻ എയർലൈൻസ് ആണ് ഈ വിമാനങ്ങൾ വാങ്ങിയ ആദ്യത്തെ എയർലൈൻസ്. ഡ്രീം ലൈനറുകൾ എത്തിയതോടെ എത്യോപ്യൻ എയർലൈൻസിന് അഡിസ് അബാബയിൽ നിന്ന് ഏഷ്യയിലേക്കും അമേരിക്കയിലേക്കും ലാറ്റിൻ അമേരിക്കയിലേക്കും നേരിട്ട് പറക്കാൻ കഴിഞ്ഞു. യൂറോപ്പിന്റെ സഹായമില്ലാതെ ആഫ്രിക്കയെ ലോകവുമായി ബന്ധിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. ഇനി ഈ കഥയിലെ മറ്റൊരു മർമ്മത്തിലേക്ക് വരാം. എത്യോപ്യൻ എയർലൈൻസിന്റെ പ്രൊമോഷൻ സ്ട്രാറ്റജി ആഫ്രിക്കൻ രാഷ്ട്രീയത്തിന് തീർത്തും വിരുദ്ധമായ ഒന്നാണ്. അവർ മെറിറ്റിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രൊമോഷൻ സംസ്കാരം വളർത്തിയെടുത്തു. എത്യോപ്യൻ എയർലൈൻസിൽ ജീവനക്കാർ സ്ഥാനക്കയറ്റം നേടുന്നത് അവരുടെ പ്രകടനം മികച്ചതായതുകൊണ്ടാണ്. അവർ ആജ്ഞാപിക്കുന്നത് അവർക്ക് പ്രാപ്തിയുള്ളതുകൊണ്ടാണ്, അല്ലാതെ വംശത്തിന്റെയോ രാഷ്ട്രീയ കൂറിന്റെയോ കുടുംബ പേരിന്റെയോ അടിസ്ഥാനത്തിലല്ല. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വെറും തൊഴിൽ പദ്ധതികളായും രാഷ്ട്രീയ പാരിതോഷികങ്ങളായും അഴിമതിയുടെ സ്രോതസ്സുകളായും ഉപയോഗിക്കപ്പെടുന്ന ഒരു ഭൂഖണ്ഡത്തിൽ എത്യോപ്യൻ എയർലൈൻസ് ഒരു വിസ്മയം തന്നെയാണ്. എത്യോപ്യൻ എയർലൈൻസ് തങ്ങളെ ഒരിക്കലും ഇരയായി അവതരിപ്പിച്ചിട്ടില്ല. ഒരു ആഫ്രിക്കൻ പട്ടിണി രാജ്യത്തിൻ്റെ എയർലൈൻ, ഡൊണേഷനുകൾ കൊണ്ട് നിലനിന്ന് പോകുന്ന സ്ഥാപനം, അങ്ങനെയൊന്നും. പകരം ആഫ്രിക്കയുടെ പ്രൊഫഷണൽ എയർലൈൻ എന്ന നിലയിലാണ് അവർ നിലകൊണ്ടത്. ആഫ്രിക്കക്കാരെ പരിശീലിപ്പിക്കുക എന്നത് വെറുമൊരു PR വർക്കല്ലായിരുന്നു, അതൊരു പ്രഖ്യാപനമായിരുന്നു. ആഫ്രിക്കയിൽ കഴിവുകൾക്ക് കുറവില്ല, സിസ്റ്റങ്ങൾക്കാണ് കുറവ്. അതുകൊണ്ട് എത്യോപ്യൻ എയർലൈൻസ് സിസ്റ്റങ്ങൾ നിർമ്മിച്ചു. മറ്റൊന്നുണ്ട്, ആഫ്രിക്കൻ എയർലൈനുകൾ യാത്രക്കാരുടെ സീറ്റിന് താഴെയുള്ള സ്ഥലം മാത്രം കാർഗോയ്ക്ക് വേണ്ടി മാറ്റിവെച്ചപ്പോൾ എത്യോപ്യൻ എയർലൈൻസ് കാർഗോ സേവനത്തിനായി മാത്രം വിമാനങ്ങൾ വാങ്ങി. ബോയിങ് 757F, 767F, 777F തുടങ്ങിയ നൂതന വിമാനങ്ങൾ. ഇന്ന് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ കാർഗോ വിമാന വ്യൂഹം അവർക്കുണ്ട്. എത്യോപ്യൻ എയർലൈൻസിന്റെ കാർഗോ വിഭാഗം പലപ്പോഴും അവരുടെ പാസഞ്ചർ വിഭാഗത്തേക്കാൾ ലാഭകരമാണ്. ആ ലാഭമാണ് അവരുടെ സ്വാതന്ത്ര്യവും അതിജീവനവും ഉറപ്പാക്കുന്നത്.
പൂക്കളുടെ കാര്യമെടുക്കാം. എത്യോപ്യ ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പ കയറ്റുമതിക്കാരാണ്. പൂക്കൾ നശിക്കാതെ വേഗത്തിലും കൃത്യമായും യൂറോപ്പിലെത്തണം. വിശ്വസനീയമായ ഒരു എയർലൈൻ ഇല്ലെങ്കിൽ ഈ വ്യവസായം നിലനിൽക്കില്ല. എത്യോപ്യൻ എയർലൈൻസ് വെറുതെ സാധനങ്ങൾ കൊണ്ടുപോവുകയല്ല ചെയ്തത്. അവർ പുതിയ വ്യവസായങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു. പച്ചക്കറികൾ, കോഫി, മാംസം, ഔഷധങ്ങൾ എന്നിവയെല്ലാം ഇതിൽപ്പെടും. രാത്രി ആഡിസ് അബാബയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനങ്ങൾ രാവിലെ ആകുമ്പോഴേക്കും ആംസ്റ്റർഡാമിലോ ദുബായിലോ എത്തും. ചരക്കുകൾ സുരക്ഷിതമായിരിക്കും. സേലത്ത് നിന്ന് എറണാകുളത്ത് എത്തുന്നതിനേക്കാൾ എളുപ്പം. എത്യോപ്യൻ എയർലൈൻസിന്റെ എക്കാലത്തെയും വിപ്ലവകരമായ ആശയം ഇതാണ്: നമുക്ക് നിലവിലുള്ള വ്യവസ്ഥിതിയെ പരാജയപ്പെടുത്തേണ്ടതില്ല, മറിച്ച് അതിലേക്ക് സംയോജിക്കണം, നമ്മുടെ സ്വന്തം നിയമങ്ങളോടെ. ഒരു യാഥാർത്ഥ്യം എത്യോപ്യൻ എയർലൈൻസ് തിരിച്ചറിഞ്ഞിരുന്നു. അവർക്ക് ലുഫ്താൻസയെ പോലെ പണം ചെലവാക്കാൻ കഴിയില്ല. എയർ ഫ്രാൻസിനോളം സ്വാധീനമുണ്ടാക്കാനോ യുണൈറ്റഡ് എയർലൈൻസിനോളം മാർക്കറ്റിംഗ് നടത്താനോ കഴിയില്ല. അതുകൊണ്ട് അവർ അതിന് ശ്രമിച്ചുമില്ല. പകരം അവർ ആ കമ്പനികളുടെ നെറ്റ്വർക്കിലേക്ക് എഴുതിച്ചേർന്നു. യൂറോപ്യൻ കമ്പനികൾ ആഫ്രിക്കയെ ഒരവസാന ലക്ഷ്യസ്ഥാനമായി, എൻഡ് പോയിന്റ് മാത്രമായി കണ്ടപ്പോൾ എത്യോപ്യൻ അതിനെ ഒരു നെറ്റ്വർക്കായി കണ്ടു. സ്റ്റാർ അലയൻസിലെ കമ്പനികൾക്ക് ആഫ്രിക്കൻ വിപണിയിലെത്താൻ ഒരു സഹായം ആവശ്യമായിരുന്നു. അത് നൽകാൻ എത്യോപ്യൻ തയ്യാറായി. ഇതോടെ എത്യോപ്യൻ ഒഴിവാക്കാൻ പറ്റാത്ത ഘടകമായി മാറി. അവർ ആധിപത്യം സ്ഥാപിച്ചില്ല, ഭീഷണിപ്പെടുത്തിയില്ല. പകരം അത്യാവശ്യ ഘടകമായി സ്വയം മാറ്റി. ഒരു ലുഫ്താൻസ ടിക്കറ്റിൽ എത്യോപ്യൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് നമ്പർ ഉണ്ടാകുമ്പോൾ എത്യോപ്യൻ അവിടെ ഒരു അന്യദേശ കമ്പനി അല്ലാതായി മാറുന്നു. അത് വ്യവസ്ഥിതിയുടെ ഭാഗമാകുന്നു. ഇതിനിടെ പല ആഫ്രിക്കൻ വിമാന കമ്പനികളിലും അവർ ഓഹരികൾ വാങ്ങി. ടോഗോയിലെ ASKY എയർലൈൻസ്, മലാവിയൻ എയർലൈൻസ്, സാംബിയ എയർവേസ്, എത്യോപ്യൻ മൊസാംബിക് എയർലൈൻസ് തുടങ്ങിയവ. ലോകത്തിലെ ഒരു എയർലൈനും എത്യോപ്യനോട് ചോദിക്കാതെ ആഫ്രിക്കയിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എത്യോപ്യൻ എയർലൈൻസിന്റെ ഏറ്റവും വലിയ ബ്രാൻഡിംഗ് വിജയം ഇതാണ്. അവർ എത്യോപ്യയെ അല്ല വിൽക്കുന്നത്, മറിച്ച് ആഫ്രിക്കയെയാണ്. അവരുടെ ഭാഷയും നിക്ഷേപങ്ങളും ലക്ഷ്യസ്ഥാനങ്ങളുമെല്ലാം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ ഉൾക്കൊള്ളുന്നതാണ്. ഇത് അതിരുകൾക്കപ്പുറമുള്ള വൈകാരികമായ ഒരു കൂറ് യാത്രക്കാരിൽ ഉണ്ടാക്കി. നൈജീരിയക്കാരും ഗിനിയക്കാരും സെനഗലുകാരും എത്യോപ്യനിൽ പറക്കുന്നത് ഒരു വിദേശ വിമാനത്തിലല്ല, മറിച്ച് ഒരു ആഫ്രിക്കൻ വിമാനത്തിലാണ് എന്ന തോന്നലോടെയാണ്. പലരും സമ്മതിക്കാൻ മടിക്കുന്ന സത്യം ഇതാണ്: എത്യോപ്യൻ എയർലൈൻസ് വിജയിച്ചത് ആഫ്രിക്ക മാറിയത് കൊണ്ടല്ല, പകരം ആഫ്രിക്ക മാറും വരെ കാത്തു നിൽക്കാൻ അവർ വിസമ്മതിച്ചതുകൊണ്ടാണ്. അവർ വ്യവസ്ഥിതിക്കുള്ളിൽ നിന്ന് പ്രവർത്തിച്ചു, നിയമങ്ങൾ പഠിച്ചു. ആ നിയമങ്ങൾ ഉണ്ടാക്കിയവർ പോലും പ്രതീക്ഷിക്കാത്ത വിധം അത് മികച്ച രീതിയിൽ ഉപയോഗിച്ചു. അതുകൊണ്ടാണ് അവർ അപകടകാരികളാകുന്നത്. അതുകൊണ്ടാണ് അവർ ഐതിഹാസികമാകുന്നത്. ശാന്തമായ ആകാശത്തിലൂടെ എത്ര സുഗമമായി പറക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയല്ല ചരിത്രം വിമാന കമ്പനികളെ വിലയിരുത്തുക. ആകാശം പ്രക്ഷുബ്ധമാകുമ്പോൾ അവ എങ്ങനെ പെരുമാറുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ചരിത്രം അവരെ വിധിക്കുന്നത്. 1996 നവംബർ 23 ആഡിസ് അബാബയിൽ നിന്ന് പറന്നുയർന്ന എത്യോപ്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് 961 ആ യാത്ര പൂർത്തിയാക്കിയില്ല. വിമാനം ആകാശമധ്യേ തട്ടിക്കൊണ്ടുപോകപ്പെട്ടു. ഹൈജാക്കർമാർ അസാധ്യമായ ഒന്നാണ് ആവശ്യപ്പെട്ടത്: ഇന്ധനമില്ലാതെ, യുക്തിയില്ലാതെ, യാതൊരു ദയയുമില്ലാതെ ഓസ്ട്രേലിയയിലേക്ക് പറക്കുക. പൈലറ്റുമാർക്ക് യാഥാർത്ഥ്യം അറിയാമായിരുന്നു. അവർ അത് വിശദീകരിച്ചു, അപേക്ഷിച്ചു. എന്നാൽ രാഷ്ട്രീയം പോലെ തന്നെ വ്യോമയാനവും പലപ്പോഴും യുക്തിരഹിതമായ അധികാരത്തിന് മുന്നിൽ തകരാറുണ്ട്. ഒടുവിൽ ഇന്ധനം തീർന്നു. കൊമോറോസ് ദ്വീപിന് സമീപം വിമാനം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വീണു. ക്യാമറകൾക്കും വിനോദസഞ്ചാരികൾക്കും ലോകത്തിന് മുന്നിൽ വെച്ച് വിമാനം ചിന്നിച്ചിതറി. 125 പേർ മരിച്ചു. മിക്ക ആഫ്രിക്കൻ വിമാന കമ്പനികൾക്കും ഇത് അവസാനമാകുമായിരുന്നു. 1990കളിൽ ആഫ്രിക്കൻ വിമാന കമ്പനികളെ സംശയിച്ചിരുന്ന, വിവേചനത്തോടെ കണ്ടിരുന്ന കാലമാണ്. സങ്കീർണമായ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യാൻ ആഫ്രിക്കയ്ക്ക് കഴിയില്ല എന്നതായിരുന്നു അന്നത്തെ ആഗോള കാഴ്ചപ്പാട്. എത്യോപ്യൻ എയർലൈൻസ് ഇല്ലാതാകുമെന്ന് ലോകം കരുതി. അത് സംഭവിച്ചില്ല. അവർ സത്യം പറഞ്ഞു. കോക്പിറ്റിലെ സംഭാഷണങ്ങൾ അവർ പുറത്തുവിട്ടു. തെളിവുകൾ നിരത്തി പൈലറ്റുമാരെ പ്രതിരോധിച്ചു. അന്താരാഷ്ട്ര അന്വേഷണ ഏജൻസികളുമായി പൂർണ്ണമായി സഹകരിച്ചു. കുറ്റമേറ്റെടുക്കാതെ തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അന്വേഷണത്തിൽ അവർ ശരിയാണെന്ന് തെളിഞ്ഞു. പൈലറ്റുമാർ യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചിരുന്നു. ഹൈജാക്കർമാർ കോക്പിറ്റ് നിയന്ത്രിച്ചതായിരുന്നു തകർച്ചയ്ക്ക് കാരണം. ഫ്ലൈറ്റ് 961 എത്യോപ്യൻ എയർലൈൻസിന്റെ ആത്മാവിനെ പരീക്ഷിച്ചുവെങ്കിൽ ഫ്ലൈറ്റ് 302 അവരുടെ ഗ്ലോബൽ സ്ട്രെങ്ത്തിനെ പരീക്ഷിച്ചു. 2019 മാർച്ച് 10 എത്യോപ്യൻ എയർലൈൻസിന്റെ പുത്തൻ ബോയിങ് 737 MAX 8 വിമാനം പറന്നുയർന്ന് 6 മിനിറ്റിനുള്ളിൽ തകർന്നു. 35 രാജ്യങ്ങളിൽ നിന്നുള്ള 157 പേർ മരിച്ചു. 48 മണിക്കൂറിനുള്ളിൽ എത്യോപ്യൻ എയർലൈൻസ് തങ്ങളുടെ പക്കലുള്ള എല്ലാ 737 MAX വിമാനങ്ങളും നിലത്തിറക്കി. അമേരിക്കൻ റെഗുലേറ്റർമാരോ ബോയിങ്ങോ ആവശ്യപ്പെടുന്നതിന് മുൻപേ അവരത് ചെയ്തു. അന്ന് അമേരിക്കൻ ഏജൻസിയായ FAA വിമാനത്തെ പ്രതിരോധിക്കുകയായിരുന്നു. ബോയിങ് സാങ്കേതിക തകരാറുകൾ നിഷേധിച്ചു. വലിയ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടായിരുന്നിട്ടും എത്യോപ്യൻ എയർലൈൻസ് പറഞ്ഞു: ഞങ്ങൾ അധികാരത്തേക്കാൾ കൂടുതൽ ഡാറ്റയെ വിശ്വസിക്കുന്നു. താമസിയാതെ ചൈനയും യൂറോപ്പും കാനഡയും 737 MAX വിമാനങ്ങൾ നിരോധിച്ചു. ഒടുവിൽ അമേരിക്കയ്ക്കും അത് ചെയ്യേണ്ടി വന്നു. ആധുനിക വ്യോമയാന ചരിത്രത്തിൽ ആദ്യമായി
ഒരു ആഫ്രിക്കൻ എയർലൈൻ ലോകത്തിലെ ഏറ്റവും ശക്തമായ വ്യോമയാന സംവിധാനങ്ങളെ മുട്ടുകുത്തിച്ചു. അവർ ബ്ലാക്ക് ബോക്സുകൾ നിഷ്പക്ഷ വിശകലനത്തിനായി ഫ്രാൻസിലേക്ക് അയച്ചു. വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ബോയിങ്ങിന്റെ MCAS സിസ്റ്റത്തിലെ തകരാറാണ് അപകടത്തിന് കാരണമെന്ന് വ്യക്തമായി. എത്യോപ്യൻ എയർലൈൻസ് ഒരു ഇരയായല്ല, വിശ്വസിക്കാൻ കൊള്ളാവുന്ന സാക്ഷിയായി ലോകത്തിന് മുന്നിൽ നിന്നു. വേദനകൾ ഒഴിവാക്കിയല്ല, അച്ചടക്കം കൈവിടാതെ ആ വേദനകളെ അതിജീവിച്ചാണ് അവർ ഇതിഹാസമായത്. ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ അവർ ഒളിച്ചോടിയില്ല, ഇരകളെ രാഷ്ട്രീയവൽക്കരിച്ചില്ല. രാഷ്ട്രീയം വഴിമാറി നിന്നാൽ ആഫ്രിക്കയ്ക്ക് ലോകോത്തര സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് അവർ തെളിയിച്ചു. എത്യോപ്യൻ എയർലൈൻസ് വെറുമൊരു ആഫ്രിക്കൻ എയർലൈൻ അല്ല, അത് ആഫ്രിക്കയുടെ ഉത്തരമാണ്. ഈ നൂറ്റാണ്ട് ആരുടേതാണെന്ന ചോദ്യത്തിനുള്ള ഉത്തരം.